ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ എക്സാക്ട്ലി സമയം 8:30 നൈറ്റ്. ഓക്കെ, ഈ ഒരു വെളിച്ചം കാണുമ്പോൾ കൺഫ്യൂസ് ആവണ്ട. ഇപ്പോൾ ഇവിടുത്തെ യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു റീജിയനിലെ എല്ലാ സ്ഥലത്തും ഇതാണ് അവസ്ഥ. സമ്മറിൽ നമുക്ക് ഒരുപാട് ഡേ ടൈം ഒരുപാട് കൂടുതലാണ്. ഓൾമോസ്റ്റ് 9 o'clock വരെയും ഒരു സന്ധ്യ മയങ്ങുന്ന ഒരു ഫീലിലാണ്. 9 മണി വരും. കംപ്ലീറ്റ്ലി ഡാർക്ക് ആവണമെങ്കിൽ 9 o'clock കഴിയണം, എന്നാലാണ് ശരിക്കും ഒരു നൈറ്റായി എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ. സോ അപ്പം ഇപ്പം 8:30 ആയി. ആക്ച്വലി 8:30 കഴിഞ്ഞു. സോ ഇന്ന് എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഐ വോണ്ട് ടു ഷോ യു ഗൈസ് മൈ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് റൂട്ടീൻ. ഞാൻ ഈവനിങ്സിൽ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നൊക്കെ കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു മൈ ഈവനിങ്/നൈറ്റ് വ്ളോഗ്. ഹായ്. അപ്പം എനിക്ക് കിടക്കുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നാളേക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതായത് ഫസ്റ്റ് തിങ്, നാളെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പം അത് ഒരു എക്സസൈസ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതൊന്ന് എനിക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. സോറി, എനിക്ക് എൻ്റെ സ്മൂതി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്റ്റോറേജ് സ്പേസ് പെട്ടെന്ന് തീർന്നു. സോ ഞാൻ എൻ്റെ ഡ്രാഫ്റ്റ്സുകളൊക്കെ ക്ലിയർ ചെയ്യായിരുന്നു. ഇനി മുഖമൊക്കെ ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കിടന്ന് ഉറക്കണം. സ്കിൻ കെയറിനുള്ള എനർജി ഉണ്ടോ? ഉണ്ട്, അതിനൊക്കെ ഉള്ളതുണ്ട്. മുഖമൊക്കെ കഴുകി ഇനി ജസ്റ്റ് ഞാനൊരു സീറം അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇന്ന് ഓൾറെഡി ഇത്തിരി ലേറ്റായി, അതുകൊണ്ട് നൈസിനമൈഡിൻ്റെ സീറം വന്നു. നൈസിനമൈഡ്, അയ്യോ നൈസിനമൈഡ് എവിടെയാണ് എഴുതിയിരിക്കുക? സ്കിൻ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ പോലെ അത്രയൊന്നും ആയിട്ടില്ല. സ്റ്റിൽ ഇന്ന് എൻ്റെ കൂടെ ആരുണ്ട്? കഞ്ചരാട്ടിൽ ഒരാളുണ്ട് എൻ്റെ കൂടെ. ഇരുട്ടാണ് ഗൈസ്, കാണില്ല, ഒന്നും കാണില്ല. കണ്ടോ പല്ല് ചിരിക്കുന്നു. അയ്യോ, എനിക്കിവിടെ രാത്രിയാവുമ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടി നിൽക്കുകയാണ്. എൻ്റെ മുത്ത് ക്രിഞ്ചാവുന്നുണ്ടോടാ, ക്രിഞ്ച്. യെസ്, അപ്പോൾ എനിക്ക് പുതിയ വീട്ടിൽ വെറും സ്നേഹമാണ് ഗൈസ്, വെറും സ്നേഹം. നമുക്ക് ഏത് ഇരുട്ടത്തും തെളിഞ്ഞു കാണും മുഖവും പല്ലും.
എനിക്ക് ഈ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കിങ്ങനെ പുതിയ വീട് ഒരു പരിചയമില്ലാത്തൊരു സ്പേസ് ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടി ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ, രാത്രി എന്ന് വെച്ചാൽ കിടക്കുന്ന ടൈം ആകുമ്പോൾ മാത്രമേ എനിക്കൊരു ചെറിയൊരു പേടി തുടങ്ങും. അപ്പം ഞാൻ അതിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂട്ടിനിരിക്കുകയാടാ. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് ഡിന്നർ കഴിക്കാം. ഡിന്നർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഫ്രൂട്ട്സ്. ഞാൻ കുറച്ച് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. യോഗേർട്ട് ആൻഡ് ഗ്രേപ്സും യോഗേർട്ടും. എനിക്കധികം വിശക്കുന്നില്ല, കാരണം ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. വന്നിട്ട് ഫുഡ് കഴിച്ചപ്പോഴത്തേനും ലേറ്റായി. സോ എനിക്കധികം വിശക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് ഈ ഫ്രൂട്ട്സിൽ സമർപ്പിക്കാം. കാണുന്നുണ്ടോ ഗൈസ്? ഇത് സ്ട്രോബെറി യോഗേർട്ടാണ്, ഫ്ലേവേർഡ്. ഫില്ലിംഗ് ആവാൻ വേണ്ടി. ഫില്ലിംഗ് അതെ, ആ ഡോറിൻ്റെ മുകളിലൊരു ഹാങ്ങർ ഉണ്ടല്ലോ, ആ ഹാങ്ങറിലാണല്ലോ തൂക്കിയിട്ടിരിക്കുന്നത്. അതല്ല, നീ അങ്ങനല്ല, ആ ഹാങ്ങർ ആ ഡോറിൻ്റെ ഇങ്ങനെ ഒരു ഇതിലാണ് ഇതാക്കിയിരിക്കുന്നത്, അതിങ്ങനെ ലോക്കായി വരും. അതുകൊണ്ട് ഡോറ് ഫസ്റ്റ് ഇതിൽ ഇങ്ങോട്ട് അടയ്ക്കുമ്പോൾ എന്താ പറയുക, ചില സമയത്ത് അങ്ങോട്ട് ലോക്കാവില്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലിക്കാവില്ലേ ആ ലോക്ക്. അപ്പം ചില സമയത്ത് ഞാൻ ഇവിടെ അടച്ചാലും ടക്കുന്നുണ്ട് വാതിൽ ഇങ്ങോട്ട് തുറക്കും. അപ്പം എനിക്ക് പേടിയാവുമ്പോ ഒരു ഇതാണ് 9:30 കഴിഞ്ഞാൽ ഇപ്പം 9 മണി വരെ മുകളിലാണോ അപ്പുറത്ത് കിട്ടുന്നതാണെന്നറിയില്ല, ഇങ്ങനെ ഗിറ്റാർ വായിക്കണം, ഇങ്ങനെ സൗണ്ട് ഡിങ് ഡിങ് ഗിറ്റാർ വായിക്കണതൊക്കെ കേൾക്കാം. അപ്പോൾ നമുക്കൊരു അങ്ങനെ ഒരു ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ട്. പക്ഷെ കുറച്ച് ഞാൻ ഈ കിടക്കുന്ന ടൈം ആകുമ്പോൾ ഒരു ശബ്ദവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും പാത്രം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അതിൻ്റെ പ്ലേസിൽ നിന്നൊക്കെ ഇങ്ങനെ അനങ്ങുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ അലേർട്ടായി പോവാടാ. എനിക്ക് അതൊക്കെയാണ്, എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സൗണ്ടൊക്കെ കേൾക്കുമ്പോഴാണ് പേടിയാണത്. നീ വീഡിയോ റെക്കോർഡ് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ സൈഡിൽ ഇരിക്കാം. നീ നിന്റെ ഇതും പണി വർക്ക് മുടക്കാം, നീ ചെയ്തോ. നീ പോണ്ട. അല്ലല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നീ വീഡിയോ റെക്കോർഡ് ചെയ്തോ. റെക്കോർഡിങ്ങിലാടാ. ഇപ്പൊ സമയം എത്രയാണ് ഇവിടെ? ഇപ്പൊ ഇവിടെ 10, 11, 12, 1:30. സോ ഗൈസ്, എൻ്റെ കഥ പറച്ചിൽ സെഷൻ എല്ലാം കഴിഞ്ഞു. എൻ്റെ കഥ കേട്ട് ഉറങ്ങി. എൻ്റെ കഥ എല്ലാം കേട്ടിട്ട് ലാസ്റ്റായിട്ട് ഉറങ്ങിയത്. അവിടെ ഇപ്പോൾ 1:30, 2 മണിയൊക്കെ ആവാറായി. സോ ഞാനും ഇനി മെല്ലെ കിടക്കാൻ പോവുകയാണ്. ഇനിയാണ് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിവിടെ വന്നിട്ടാണ് ഇത്രയും ഡാർക്ക്നെസ് ഒക്കെ പേടിയാവണത്, കുന്തം. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായ ടാസ്ക് ഞാനിപ്പോൾ തീർത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരവ് ആണ് എൻ്റെ ഏറ്റവും ഒരു നീണ്ട യാത്ര. ഇവിടെ അങ്ങനെ ഒരു സ്വിച്ച് വെച്ചിടുന്നില്ല ഇവർക്ക്. ഇവിടെ അല്ലേ റൂമിൻ്റെ സ്വിച്ച് വേണ്ടത്, ആ ഡോറിൽ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് വരുമ്പോഴാണ് സ്വിച്ച് ഉള്ളത്. ബട്ട് വാട്ട് എവർ, ഞാനിവിടെ എനിക്ക് ആ ഡാർക്ക്നെസ് ഫീൽ ചെയ്യാതിരിക്കാൻ ഇവിടെ ഒരു ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റൂമിനൊരു ചെറിയ വെളിച്ചമുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഇത് ബേസിക്കലി ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നോ വെളിച്ചം അറ്റോൾ. സോ യാ,
പിന്നെ എനിക്ക് വേറൊരു കൂട്ടുകാരനും കൂടിയുണ്ട്. അയ്യോ, ഇതും ഇങ്ങനെ ഞാൻ എൻ്റെ സൈഡിൽ കത്തിച്ച് വെക്കും. ഞാൻ കളർഫുള്ളാട്ടോ. അയ്യോ, ടക്ക് കണ്ടോ, റെഡ്, ബ്ലൂ, യെല്ലോ ഒക്കെ ആവും. ഇനിയും ഒരുപാടെണ്ണം മേടിച്ച് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ പല വ്ളോഗുകളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിം ലൈറ്റുകളോടൊക്കെ ഒരു പ്രത്യേക ക്രേസ് ഈ കൺട്രിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് തുടങ്ങിയത്. സോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നാളെ രാവിലെ കാണാം. Until then, bye bye. Good night. Okay. Good night. ഞാൻ ഉറങ്ങാൻ പോവാ. നീ ഉറങ്ങിക്കോ.